ആഭ്യന്തര കലഹം രൂക്ഷമായ BJP-യിൽ പുതിയ ഭാരവാഹി പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന്. തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. അദ്ദേഹം വരുന്നതോടുകൂടി ഈ പട്ടികയിലൊക്കെ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് BJP വൃത്തങ്ങളിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. നേതൃത്വത്തെ വിമർശിക്കുന്നതിനാൽ ഒതുക്കപ്പെടുമെന്ന വിലയിരുത്തലിലാണ് മുരളീധര പക്ഷം. സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖറിനെ പ്രഖ്യാപിച്ച് 3 മാസമായെങ്കിലും പാർട്ടിയെ ചലിപ്പിക്കേണ്ട ഭാരവാഹികളെ പ്രഖ്യാപിച്ചിട്ടില്ല. പാർട്ടി സംസ്ഥാന കാര്യാലയത്തിന്റെ ഉദ്ഘാടനത്തിനും വാർഡ് തല ഭാരവാഹികളുടെ യോഗത്തിനുമായി ഇന്ന് രാത്രി അമിത്ഷാ കേരളത്തിലെത്തും. അതിനുശേഷം പുതിയ ഭാരവാഹികളെ കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. ഗ്രൂപ്പ് ഇല്ലാതാക്കാൻ കൊണ്ടുവന്ന സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഗ്രൂപ്പായി മാറുകയോ PK കൃഷ്ണദാസ് പക്ഷം ഗ്രൂപ്പിനൊപ്പമാവുകയോ ചെയ്തിരിക്കുന്നു. ഈ വിമർശനം മുരളീധര പക്ഷത്തിൻ്റെതാണ്. മുരളീധര പക്ഷത്തെ പാർട്ടിക്കുള്ളിൽ ഒതുക്കിയെന്നത് കഴിഞ്ഞ 3 മാസക്കാലത്തിനിടെ നടന്ന ജില്ലാ ഭാരവാഹി നിർണയത്തിലടക്കം വ്യക്തമായതുമാണ്. രാജീവ് ചന്ദ്രശേഖറിനൊപ്പം നിന്ന് പിന്തുണ നൽകുന്ന PK കൃഷ്ണദാസ് പക്ഷം പരിഗണിക്കപ്പെടുമെന്നുറപ്പാണ്. MT രമേശ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരാനാണ് സാധ്യത. വൈസ് പ്രസിഡന്റായ ശോഭാ സുരേന്ദ്രനും ജനറൽ സെക്രട്ടറിയാകും. രാജീവ് ചന്ദ്രശേഖർ സംഘടനാ കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന വിശ്വസ്തനായ S സുരേഷ് ജനറൽ സെക്രട്ടറിയാകുമെന്നുറപ്പാണ്. മുരളീധര പക്ഷത്തുള്ള ആർക്കും ജനറൽ സെക്രട്ടറി പദം നൽകില്ലെന്ന സംശയം ഗ്രൂപ്പിൽ ശക്തമാണ്. അങ്ങനെയെങ്കിൽ നിലവിൽ ജനറൽ സെക്രട്ടറിമാരായിരുന്ന S കൃഷ്ണകുമാറും P സുധീറും ഒഴിവാക്കപ്പെടും. മുരളീധര പക്ഷത്തിന് പ്രാതിനിധ്യം നൽകാനാണ് തീരുമാനമെങ്കിൽ ഒരാളെ നിലനിർത്തും. 2 പേർക്കും വൈസ് പ്രസിഡന്റ് സ്ഥാനം നൽകി കോർ കമ്മിറ്റിക്ക് പുറത്തു നിർത്താനുള്ള സാധ്യതയുമുണ്ട്. രാജീവ് ചന്ദ്രശേഖറിന്റെ വിശ്വസ്തരായ അനൂപ് ആന്റണി, ഷോൺ ജോർജ് എന്നിവരിൽ ഒരാളെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിച്ചിട്ടുണ്ട്. 10 സെക്രട്ടറിമാരും വൈസ് പ്രസിഡന്റുമാരും ഉണ്ടാകും. കഴിഞ്ഞ തവണ സംസ്ഥാന സെക്രട്ടറിമാരും വൈസ് പ്രസിഡന്റുമാരുമായിരുന്ന പലരും ഒഴിവാക്കപ്പെടുമെന്നുറപ്പാണ്. ഗ്രൂപ്പില്ലെന്ന് പറഞ്ഞ നേതൃത്വം ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനൊപ്പം നിന്നാൽ സംസ്ഥാന BJP-യിലെ ഗ്രൂപ്പ് പോര് മുൻപുള്ളതിലും ശക്തമാകാൻ വഴിയൊരുങ്ങും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.